യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. ബോബിക്ക് വേണ്ടിയിരുന്നത് അമ്പിളിവട്ടമുള്ളൊരു ആകാശമായിരുന്നു. ആകാശത്തുള്ള അമ്പിളിക്ക് കാലുറച്ചു നിൽക്കാനും നൃത്തം ചവിട്ടാനും ഒരു ഭൂമി. യാത്രകൾ തുടരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ പകലും ഓരോ രാത്രിയും നാം സഞ്ചരിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമായിട്ട് എല്ലാവരും കൂടി ഒരു ട്രിപ്പിന് പോകണം വേണ്ടി വിചാരിച്ചാണ്. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഗൈസ്. പക്ഷെ വലുതായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട്. പക്ഷെ നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ അതിനായിട്ടുള്ള ഹാപ്പിനെസ് പറയുന്നത്. അപ്പോൾ ആതിര രാവിലെ തന്നെ അടിച്ച് മുറ്റമടിച്ച് പോയിരുന്നു. അമ്മ വന്നിട്ട് ഇത് ആതിര തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ട് പോവാണ്. അതിനുശേഷം എല്ലാവരും ഫ്രഷപ്പ് ആവാൻ പോയി. ഒരു കട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും റെഡി ആവാണ്. ആദ്യം അവിടെ കമ്മൽ തരികയാണ്, രഞ്ജു ഇവിടെ മുടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. ഞാനിവിടെ വീഡിയോ എടുക്കാണ് ഗൈസ്. അതിനുശേഷം ഇവിടെ കുഞ്ഞൂട്ടിന് ഒരു ചന്ദനം വെക്കാൻ വരുന്ന സമയത്ത് അവൻ സമ്മതിക്കുന്നില്ല. അവസാനം അതിൻ്റെ ഒരു പെൻസിൽ എടുത്തിട്ട് അവൻ അവിടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അവസാനം എങ്ങനെയൊക്കെയോ പറ്റിച്ച് അവൻ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ചിക്കനും ഫിഷും ഒക്കെ ആയിരുന്നു. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുഞ്ഞൂട്ടൻ ഒരു റംബൂട്ടാൻ കൊണ്ടുവന്ന് തന്നു. അത് കഴിക്കുന്ന സീനാണ് കാണുന്നത്. ആക്ച്വലി അവൻ തന്നെ തന്നിട്ട് അവൻ തന്നെ തിരിച്ച് വാങ്ങിച്ചിട്ട് പോയ കഥയായിരുന്നു. അവസാനം അവൻ അറിയില്ലായിരുന്നു ഞങ്ങളൊക്കെ അവനെ വിട്ടിട്ട് പോവാണെന്നുള്ളത്. അവൻ വിചാരിക്കണം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകണമെന്ന്. ആക്ച്വലി ഞങ്ങൾ കറങ്ങാൻ പോവാണ്, അവൻ നാട്ടിൽ പോവാണ്. പക്ഷേ പാവം കുട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ലവ് കിസ്സൊക്കെ തന്നിട്ട് ആൾ പോവായിരുന്നു. വല്ലാത്ത സങ്കടമായിരുന്നു. പിന്നെ ഇവിടെ അവർ ചേച്ചിനെ വിടാൻ വേണ്ടിയിട്ട് ആതിര പോയി. ഞാനും പ്രസാദനും രഞ്ജു ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് രാത്രി നടന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊഴിഞ്ഞാൻ പറയെത്തി. അപ്പോൾ തിരിച്ച് ആതിര ചേച്ചിനെ വിട്ടിട്ട് വന്നു. അപ്പോൾ ഞാനും ആതിര ഒരു വണ്ടിയിൽ, പ്രസാദേട്ടനും രഞ്ജു ഒരു വണ്ടിയിൽ. അങ്ങനെ നമ്മൾ സുജിയുടെ മാമയുടെ വീട്ടിൽ പോവാണ്. അവിടെയാണ് ഇവർ ബാക്കിയുള്ളവർ, സുജിയും ഗൗരിയേട്ടനും ബാക്കിയുള്ളവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയാണ് ഗൈസ് നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നത്. എല്ലാവരും അത്യാവശ്യം നല്ല വൈബ് ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷേ ഫുള്ള് വണ്ടിയിൽ അങ്ങോട്ട് കറങ്ങൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി പോകുന്ന സമയത്ത് പോകുന്ന വഴിയാണെങ്കിലും എല്ലാം അടിപൊളി. നമ്മൾ പൊള്ളാച്ചി റൂട്ടാണ് പോയത്. ഇങ്ങനെയുള്ളൊരു പ്ലേസ് നന്നായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാണാൻ. നമ്മൾ കുറേ ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ സുജി ഫുൾ ഓഫ് വ്ലോഗ് എടുക്കൽ, അങ്ങനത്തെ ഭയങ്കര പരിപാടിയായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ട്രിപ്പ് എന്നില്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് എവിടെ പോയാലും അവിടെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അത് ചെറുതോ വലുതോ എന്നില്ല. അപ്പോൾ നമുക്ക് ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് ജസ്റ്റ് പോയിട്ട് വരാമെന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന മരാതെ ആളിയാർ ഡാമിൻ്റെ ആ സൈഡാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. ആക്ച്വലി നമ്മൾ വാൽപ്പാറയും കൂടി പോകണമെന്ന് വിചാരിച്ചു, നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആളിയാർ ഡാമിൻ്റെ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്കെല്ലാം കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നമുക്ക് വാൽപ്പാറ പോവാ എന്ന മൈൻഡായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആളിയാർ ഡാമിൻ്റെ അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കും ക്രൗഡും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. അവിടെ ഒരാളുണ്ട്, മുകളിലൊരാളുണ്ട്, അത് ഞാൻ എടുക്കാൻ വിട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ നമുക്ക് അവിടെ അത്ര വലിയതായിട്ട് ഇഷ്ടമില്ല. അതായത് ജസ്റ്റ് ആളിയാർ ഡാമിൻ്റെ എൻട്രൻസ് പോയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊരു ഷോപ്പിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയി. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കി അങ്ങോട്ട് ഇരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ സെറ്റാകത്തോണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ അവരൊക്കെ വണ്ടി എടുക്കാൻ പോയി ഗൈസ്. ഞാനും രഞ്ജു ഇവിടെ കിളിവിട്ട് പോലെ നടന്നു വരികയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾ അതിന് ശേഷം വാൽപ്പാറ ഹിൽസ് കയറാൻ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അതിൻ്റെ എക്സ്പെക്റ്റേഷനിൽ എന്തൊക്കെയോ ഇത് പോയി. എന്നിട്ട് ഇവിടെ കുറേ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആരും ഞങ്ങളുടെ വണ്ടീനെ തടുക്കുന്നില്ല. പോയപ്പോഴല്ല അറിഞ്ഞ് ഈ പാസ് ഇല്ലാണ്ട് കയറ്റി വിടില്ലെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ സുജി രഞ്ജുവിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം രഞ്ജു 2-3 പ്രാവശ്യം വാൽപ്പാറ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഈ പാസ് വേണമെന്നുള്ളത് അറിയാത്ത പോലും ഞങ്ങൾക്കും അറിഞ്ഞില്ല, അപ്പോൾ ആർക്കും അറിഞ്ഞില്ല. അപ്പോൾ കുറേ പേര്
ആക്ച്വലി പോയിട്ട് തിരിച്ച് വരുന്നു. കാരണം അന്നത്തെ ദിവസം സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ആ ദിവസവും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ സങ്കടമൊക്കെ മറന്ന് ഞങ്ങൾ വീണ്ടും വാളയാർ ഡാമിൻ്റെ അവിടെ തന്നെ വന്നിട്ട് ജ്യൂസും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിക്കുക എന്നുള്ള മീൻസ്. കാരണം രാവിലെ എല്ലാവരും ഒരു 8:30-9 മണിയാകുമ്പോൾ ഇറങ്ങി. അപ്പോൾ അത് അതിന് ശേഷം നമ്മളൊരു 12 മണിക്ക് എന്തായിരുന്നു ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ചിയേഴ്സ് അടിച്ച് കുടിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ വെള്ളമൊന്നും കുടിക്കാനായിട്ട് നിർത്തിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ എനിക്ക് ഈ സാധനം എവിടെ കണ്ടാലും വാങ്ങാൻ തോന്നും. അതേ ഗൈസ് ബബിൾസ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് രഞ്ജു വാങ്ങിച്ചു തന്നാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി നിർത്തി ഇവിടെ തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി പാർക്കിങ്ങിലേക്കുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ വാളയാർ ഡാമിൻ്റെ ഉള്ളിൽ ഒരു പാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ എവിടേക്കാണ് ഇത്രയും സ്പീഡിൽ പോകുന്നു എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ 3 കഴിഞ്ഞ് വരിക, ഇവർ അതിനേക്കാളും ഇഴച്ചിലായി പിന്നീട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അതിനൊന്നും പോയില്ല. നമ്മൾ ഫുള്ള് കറങ്ങുക, സംസാരിക്കുക, വൈബാക്കുക, അങ്ങനത്തെ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം അങ്ങോട്ട് പോയി ഗൈസ്. നോക്കൂ, ആകാശത്ത് നിൽക്കണ പോലെ ഈ സാധനം. അതിന് ശേഷം ഇവരൊക്കെ ഇങ്ങനെ കയറാൻ വയ്യാണ്ടായി. സത്യം പറഞ്ഞു സുജി വീഡിയോ ഒക്കെ എടുത്തിട്ട് കയറുകയാണ്. വീഴുന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചാടിയൊക്കെ വീഡിയോ എടുക്കണം, എന്തിനാന്നുള്ളതൊന്നും എനിക്കറിയില്ല. അവസാനം ആതിരെ മുകളിലെത്തിയപ്പോൾ സുജി അതിനെ കാണാൻ വേണ്ടി ഓട്ടിപ്പോവാണ് ഗൈസുള്ള. അവൻ്റെ എന്താണ് പറയുന്നത്, എത്രയും റിസ്ക് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. പിന്നെ അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഇതായിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. വെള്ളമൊക്കെ നന്നായി കുറവെന്ന് പറഞ്ഞാലും നന്നായി കുറവായിരുന്നു. പക്ഷെ നല്ല വ്യൂവും ഒരു മിനിമൽ കാറ്റ്, അതുപോലെ തന്നെ വല്ലാത്തൊരു ചൂട്, അങ്ങനത്തെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ആ വാങ്ങിച്ചു വന്ന ബബിൾസ് കുറേ ജസ്റ്റ് എടുത്ത് വെച്ചതുള്ളൂ. നമുക്ക് അവിടെ വെച്ചതും ആ കാറ്റിന് തന്നെ അതങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഇതാവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും, പിന്നെ പണ്ടേ നമുക്കതൊരു വീക്ക്നെസ് അല്ലാത്തതുകൊണ്ട് ആദ്യം ദേഷ്യം വന്നിട്ട് ഇവിടെ കിടക്കണം ഗൈസ്. കണ്ടാൽ പറയില്ല, പക്ഷെ എന്നാലും അവൾ ദേഷ്യം വന്നിട്ട് ഇവിടെ കിടക്കും. പിന്നെ അവിടെ ഒരു കുടിലും ഒരു പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് എല്ലാവരും കൂടി സംസാരിച്ച് ചിരിച്ചും കളിച്ചും അങ്ങനെ ഒരുപാട് സമയം, ഒരു 2 മണി വരെ നമ്മൾ അങ്ങനെ തന്നെ പോയി എന്ന് തന്നെ പറയാം. കുറേ സംസാരങ്ങളും കുറേ ചിരികളും കളികളും. പിന്നെ ഇവിടെ ഉള്ളിൽ വന്നപ്പോൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പുറത്ത് വന്നപ്പോൾ അവരെന്തായി, അതായത് ബോയ്സ് അവരൊക്കെ വണ്ടി എടുക്കാൻ പോയി. നമ്മളിവിടെ തണ്ണിമത്തനും മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. അവസാനം ഇനി ഫുഡ് കഴിക്കാൻ മുടക്കാനും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ തന്നെ പോയി. എല്ലാവരും ഇന്ന് വെറൈറ്റി പിടിച്ചില്ല, എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ച് അവസാനം ഐസ്ക്രീം ആണല്ലോ, അതാണ് അതിൻ്റെ രീതി. ഇന്ന് നമ്മുടെ ചിലവ് മൊത്തം സുജി ആയതുകൊണ്ട് സുജിയാണ് ഫുള്ള് അക്കൗണ്ടിൽ എടുത്ത് വാരുകയാണ് ഗൈസ്. അങ്ങനെ സുജിൻ്റെ പേ ചെയ്ത് കഴിഞ്ഞ ശേഷം അവൻ ഹോട്ടലിനെ കുറിച്ച് എന്തൊക്കെയോ പറയണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്നുള്ളത് കാരണം എല്ലാവർക്കും ഭയങ്കര ടയർഡായി വണ്ടി പോയിട്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു കുപ്പി വെള്ളം കിട്ടാണ്ട് കട തപ്പി നടക്കണം ഗൈസ്. അങ്ങനെ ഫൈനലി ഒരു കട കണ്ടുപിടിച്ചു. അവിടെ പോയി ഞങ്ങൾ ജ്യൂസും വാട്ടർ ബോട്ടിൽ മെയിൻ, അപ്പോൾ 2 ബോട്ടിലും ഗോലി സോഡ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഷെയറിങ് ഈസ് ദ കെയറിങ് ആണല്ലോ നമ്മുടെ പോളിസി. അപ്പോൾ എല്ലാവരും ഒരു സാധനത്തിന് വാങ്ങിച്ചിട്ട് തന്നെ ഇവിടെ അടിപിടിയൊന്നുമില്ല. നല്ല കുട്ടികളായതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യും. അങ്ങനെ ഫുള്ളായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞ് ഹൈവേയിലേക്ക് കയറി. അപ്പോൾ അവിടെയും തന്നെ നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സുജിൻ്റെ ഓരോ കോപ്രായങ്ങളാണ് കൈ സഹിക്കാത്തവൻ. വണ്ടിയിൽ കയ്യൊക്കെ വിട്ട് വണ്ടി ഓടിക്കണം. എനിക്ക് വയ്യത് എന്തൊക്കെ കാണണം. പിന്നെ നമ്മൾ വീണ്ടും വൈകുന്നേരം ഒരു 4:30-5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും ചായ കുടിക്കാനുള്ള മൂഡില്ല. എന്നാലും 2-3 ചായയും അതുപോലെ സ്നാക്സ്, കാളൻ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമ്മളങ്ങനെ സുജിയുടെ മാമയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്ന് നമ്മുടെ തിങ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പിരിയുന്നവരൊക്കെ ഓരോ വഴിക്കായി എന്ന് പറയാം. പ്രസാദേട്ടനും രഞ്ജൊരു വഴിക്ക് പോയി, ഞാനും ഗൗരിയേട്ടനും അതുപോലെ തന്നെ ആതിരയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നത്. അതിനുശേഷം ആതിരയുടെ സ്റ്റോപ്പെത്തിയപ്പോൾ അവളും പോയി കേസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.